വണ്ടി ഓഫായി പുറകോട്ട് പോവും. വണ്ടി ഓഫായി പോവും. ആ വണ്ടി പുറകോട്ട് നിക്കാന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വീലില് ലോഡല്ലേ പുറകോട്ട് ഉള്ളാനുള്ള ഇത് നിൽക്കുക. പിന്നെ ഈക്വൽ ആയിട്ടൊരു പവറ് വീലിലോട്ട് വന്ന് പുറകോട്ടുള്ള കറക്കത്തെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിടം വരെ ഹോൾഡ് ചെയ്യണം ക്ലച്ച്. അത് കഴിഞ്ഞിട്ട് തന്നെ വേണം എഞ്ചിന് ബാക്കി ലോഡ് എടുക്കാനുള്ള പവർ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കുന്നത്? ശകലം ആഴ്ചട്ട് കൊടുത്തിട്ട് പതിയെ അങ്ങനെ ചെയ്ത് നോക്കി. ക്ലച്ച് നിർത്തിട്ടില്ല, ക്ലച്ച് തിരിച്ചു ചവിട്ടി. ഹാഫ് ക്ലച്ച് വന്നായിരുന്നു നോക്കി. എങ്ങനെ വരുന്നേ? പകുതി വരുമ്പോഴോ? അതെങ്ങനെ വണ്ടിയിൽ അറിയുന്നേ? അറിയത്തില്ലേ? ഹാഫ് ക്ലച്ച് വരുമ്പോ അതൊന്നും അറിയത്തില്ലേ? നമ്മൾ ഈ 1/2 കിലോ 1 കിലോ പഞ്ചസാര പകുതി 1/2 കിലോ എന്ന് പറയുന്നത് അങ്ങനാണോ? ആണോ? ഇതിൽ നേരത്ത് പാലത്ത് നേരത്ത് ഓട്ടിക്കളെ. എന്നാ ഹാഫ് ക്ലച്ച് വരുമ്പോ എങ്ങനെ അറിയുന്ന ഞാൻ പറഞ്ഞേ? ഇവിടെ വണ്ടി സ്റ്റീറിംഗ് ഒരു വൈബ്രേഷൻ വരത്തില്ലേ? സ്റ്റീറിംഗ് ഒരു വൈബ്രേഷൻ വരും അല്ലേ? ഒരു ജെർക്കിങ് പോലെ വരും അല്ലേ? ഇനിഷ്യൽ ടോർക്ക്, അതായത് ഫസ്റ്റ് പവർ വീലിലെത്തുന്ന അല്ലേ? ഒരു ബൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വൈബ്രേഷൻ പോലെ സ്റ്റീറിംഗ് വരും. ആ സ്റ്റീറിംഗ് വൈബ്രേഷൻ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എഞ്ചിനിൽ നിന്നുള്ള പവർ വീലിലെത്തിയെന്ന് കേട്ടോ. നീ നല്ല ടീമാണല്ലോ. നമ്മൾ അളക്കുവോ? എങ്ങനെയാ ക്ലച്ച് പുള്ളി ഒട്ടിട്ട് പകുതി എടുക്കുന്ന അളക്കുവോ? എന്നാ പയ്യ എടുത്ത് കണ്ടോ? ഒരു വൈബ്രേഷൻ കണ്ടോ? ഫീൽ ചെയ്തോ? അതന്നെ, അതാണ് വണ്ടിയുടെ എഞ്ചിനിൽ നിന്നുള്ള പവർ വീലിലോട്ട് വന്നത് അല്ലേ? ഫസ്റ്റ് ഗിയർ വഴി വീലിലോട്ട് വന്നപ്പം വണ്ടി ഒന്നും കൂടെ ഓക്കെ ആയിട്ട് ഗിയർ മാറാവുള്ളൂ, അല്ലെങ്കിൽ വണ്ടി ഒന്നും പോകത്തില്ലേ എടാ. ഫസ്റ്റ് ഗിയർ വണ്ടി ഒന്ന് ഓക്കെ ആണ് കേട്ടോ, എന്നിട്ട് അത് സെക്കൻഡ് ഗിയർ ഇടുന്നത്. വണ്ടി മൂവ് ചെയ്ത ഉടനെ ഗിയർ മാറുമല്ല, ആ ഗിയറിലൊന്നും ഓക്കെയാണ് വണ്ടി അല്ലെ? ആ ലോഡിനെ എടുത്ത് വണ്ടി മുന്നോട്ട് വണ്ടി ഇച്ചിരി മൂവ് ചെയ്ത് നിൽക്കണം, എന്നിട്ടേ ഉള്ള അടുത്ത ഗിയർ കേട്ടോ. പോട്ടെ, ആക്സിഡന്റ് കൊടുത്തു. ക്ലച്ചെന്നെടുത്ത് ഹാഫ് ക്ലച്ച് വന്ന് വയ്യ ആക്സിഡന്റ് കൊടുത്തു കേട്ടോ. മസാല ആക്സിഡന്റ് കൊടുത്തേ. വണ്ടി ഒന്ന് മൂവ് ആട്ടെ. ആ ഗിയറിലൊന്ന് ഫ്രീ ആയല്ലേ? ശരം കൂടെ കൊടുത്തേ. ഒന്ന് ക്ലച്ച് വെട്ടിക്ക്. ക്ലച്ച് വെട്ടുമ്പോൾ വണ്ടിക്ക് മൂവ്മെന്റ് ഉണ്ടോ? കേട്ടത്തിലാണേലും ഫ്രണ്ട് ഉണ്ട് അല്ലേ? അതിന്റെ അകത്താ പറഞ്ഞത്. അതായത് ആ ലോഡ് വണ്ടി എടുത്തു, വണ്ടി മുന്നോട്ട് പോയി ഫ്രീ ആയിട്ട് വീലിനെ മൂവ് ചെയ്ത് തുടങ്ങി അല്ലേ? അത് കഴിഞ്ഞ സെക്കൻഡ് കേട്ടോ. എന്റെ തലയിൽ ചാക്ക് സിമെന്റ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചിട്ട് ഈ പൊങ്ങി ഓക്കെ ആയിട്ട് നിന്നാലേ ഉള്ളു അടുത്ത എടുത്ത് വെച്ചിട്ട് കാര്യമുള്ളൂ അല്ലേ? അല്ലെങ്കിൽ എന്നാ പറ്റും? അല്ലെ നമ്മൾ എഴുന്നേക്കത്തില്ല, ഇരിക്കും അല്ലേ? പെരളി ഒടിഞ്ഞു എന്ന് പറഞ്ഞ പോലെ വണ്ടിയുടെയും കാര്യം എങ്ങനെയാണ്? വണ്ടി നിന്നു അല്ലേ? എടുക്കാൻ പറ്റാത്ത ലോഡാണ്. രണ്ടാമത് ഇല്ലെന്നെങ്കിൽ വണ്ടി എഞ്ചിൻ ഓഫായി പോകും. എഞ്ചിൻ എടുക്കാൻ പറ്റിയല്ലോ കേട്ടോ. ടെസ്റ്റിന് എടുക്കുന്നത് എങ്ങനെയാണോ ആ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കണം കേട്ടോ. എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം ചെയ്യണം കേട്ടോ. ഫ്രണ്ടും നോക്കണം, വണ്ടി ചാടരുത്, പതിയെ എടുത്ത് പോകും. ഹാഫ് ക്ലച്ചൊക്കെ അറിയാലോ? അറിയോ? എടുത്തു. ഹാഫ് ക്ലച്ചൊക്കെ അറിയാലോ? ഈ കയറ്റത്തിന് അവിടെ ചവിട്ടി എടുത്തിട്ട് വയ്യ. ശരം കൂടെ കയറട്ടെ. ഇൻഡിക്കേറ്റർ മെല്ലേക്കിട്ടെ. ചവിട്ടിക്കേ, ക്ലച്ചും ബ്രേക്കും ചവിട്ടിക്കേ. പയ്യെ കയറ്റത്തിനൊന്നും എടുത്ത് എടുക്കടാ. നിക്കരുത്, നിക്കരുത് നിന്നല്ലോ. എങ്ങനെയാ എടുക്കാൻ പറഞ്ഞേക്കുന്നേ? കേട്ടതേ പയ്യെ എന്നാത്താണ് ആദ്യം എടുക്കണ്ടേ? ക്ലച്ചെന്നെടുത്ത് വന്നിട്ട് ഒരു വൈബ്രേഷൻ വരില്ലേ? വന്നോ? ആയോ? ആയല്ല, ഇനി ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് നോക്കി. ക്ലച്ച് പിന്നെ ഇവിടെ അല്ലേ? ഹോൾഡ് ചെയ്ത് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിച്ചുകൊണ്ട് പതിയെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കണം. ആക്സിലേറ്റർ പതിയെ കാല് വന്നിട്ട് ക്ലച്ച് ബാക്കി റിലീസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഒത്തിരി കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. പോട്ടെ, ഹാഫ് ക്ലച്ച് ആയോ? ശരം കൂടെ എടുത്തേ. ക്ലച്ച് ശരം കൂടെ ക്ലച്ച് എടുക്കാം. അതിന്റെ പയ്യെ ക്ലച്ച് ഇവിടെ ഇല്ലേ? കണ്ടോ? കയറിപ്പോ കണ്ടോ? പതിയെ ആക്സിലേറ്റർ കൊടുത്തേ. ഒരു വിഷയമില്ല അതല്ലേ? അതന്നെ, അത് തന്നെ അറിയാം. ക്ലച്ച് ശരം കൂടെ കാലെടുക്കുമ്പം വണ്ടിയുടെ ലോഡ് ഫുൾ എഞ്ചിനെ ചെല്ലും. അപ്പൊ എഞ്ചിൻ അതിനുള്ള ഇതില്ല, സ്ലോ സ്പീഡിലല്ലേ നിൽക്കുന്നത്. അപ്പം എഞ്ചിന് ശകലം പവർ കൊടുത്തിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. മനസ്സിലായോ ചേട്ടാ? മനസ്സിലായോ?
കുറെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ? അല്ല, സൈഡിലത്തെ ഗ്ലാസ് മാത്രം നോക്കി ഓടിക്കുന്നത്. എല്ലാം മാറി ഓടിക്കേ. സൈഡൊക്കെ നോക്കിയേ, വണ്ടി എവിടെയോ പോണെന്ന് നോക്കിയേ. ലോട്ടറിക്ക് അമ്മച്ചേ കണ്ടോ? പോയി കഴിഞ്ഞാൽ അമ്മച്ചയുടെ കാണണം കേട്ടോ. സെന്ററിൽ കൂടെയാണ് ഓടിക്കുന്നത്. സൈഡ് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിയാ വണ്ടി എവിടെയോ പോണെന്ന്. പിന്നെ ഗ്യാപ്പുണ്ടെന്ന്. ലെഫ്റ്റ് സൈഡിലെ മിററിലോട്ട് നോക്കിയേ. ഗ്യാപ്പുണ്ടോ? കൂടുതലുണ്ടോ? നേരെ ഒരു വണ്ടി ലെഫ്റ്റ് എടുത്തുകൂടെ. ഓണൊക്കെ അടിച്ചു. നമുക്ക് അറിയട്ടെ. ഇങ്ങോട്ട് മാറ്റിക്കോട്ടെ, ലെഫ്റ്റോട്ട്. എതിരെ വരുന്നത് നിന്നെക്കാളും മടുപ്പാണ്, അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ പഠിക്കുന്നവനാണ് എന്നുള്ള വിചാരത്തിൽ വേണം ഓടിച്ചില്ല കേട്ടോ. മാറ്റിക്കോളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലല്ലേ. ഇങ്ങോട്ട് മാറ്റിക്കോളൂ, ലെഫ്റ്റ്. 4ാമത്തെ കയറുമ്പോട്ടെ. വണ്ടി വെട്ടിപ്പോരുത്. ഓക്കെ. അല്ല, അവിടെ ചെറിയൊരു കയറ്റം പോലെ ഉണ്ട് അല്ലേ? അവിടെ നിങ്ങൾ ചവിട്ടി നിർത്തിയെടുക്കണം കേട്ടോ. ഇൻഡിക്കേറ്റർ അങ്ങ് മേളിലേക്ക് ഇട്ടേ. ഇൻഡിക്കേറ്റർ ക്ലച്ച് വിട്ട് ചേർന്ന ആളുടെ ഇടത്തോട്ട് ചേർത്ത് നിർത്തിക്ക്. ഇടത്തോട്ട് ചേർത്ത് ലെഫ്റ്റ് ചേർത്ത്. ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടായിരിക്കല്ലോ. ഇടത്തോട്ട് ചേർന്ന നേരെയൊക്കെ ക്ലച്ച് വെട്ടി ബ്രേക്ക് ചെയ്തോ. ഇൻഡിക്കേറ്റർ മേളിലേക്ക് തട്ടിയിട്ടേക്കണം. കുറേ ഒന്നും എടുത്തിട്ട് തീയ വണ്ടി നോക്കിയെടുക്കണേ. ആ റോഡിലോട്ട് സ്റ്റിയറിംഗ് തിരിച്ച് പിടിച്ചാണ്. അങ്ങോട്ട് ഇപ്പുറത്ത് കണ്ടമുണ്ട്. ഇടാ കണ്ടോ പിടിയേ. അത് നീ എങ്ങോട്ടാ പിടിച്ചേ? നീന്തൊക്കെ അറിയാവോ? നീന്താനൊക്കെ അറിയാവോ? എന്നാ നേരെ പിടിച്ച റോഡിൽ കൂടെ ഓടിക്കേ. പോട്ടെ എടുത്തു. അപ്പത്തെടുത്തു. പയ്യെ പിള്ളേര് പയ്യെ സ്കൂട്ടർ ഇതുണ്ട്, ഓട്ടോ ഉണ്ട്. അപ്പൊ തീ എടുത്തു പോട്ടെ. എടുത്തോ. ശ്രമം ചെയ്താൽ മതി. ടെസ്റ്റിന് ആയിരിക്കും. എല്ലാ കയറി വിട്ട് കറക്റ്റ് സേഫായിട്ട് ഓടിച്ച് കാണിക്കണം. അച്ഛനോട് ധൈര്യമായിട്ട് പറയത്തില്ലേ വണ്ടി എടുക്കാൻ? കഴിഞ്ഞ ദിവസം പറഞ്ഞു അച്ഛനോട് പറയുന്നില്ല, കൈ തെളിഞ്ഞിട്ടേ ഉള്ളൂന്ന്. ഇങ്ങനെ ഓടിക്കാൻ അറിയത്തില്ലായിരുന്നോ? ഇപ്പം മാറിയോ? ആക്സിഡന്റ് കൊടുക്കണ്ട, എന്നോട് കൂടെ പയ്യെ അങ്ങ് പോയാൽ മതി. ഇപ്പൊ എങ്ങനെയാ പിടിക്കുന്നത്? ഇപ്പൊ വണ്ടിയില്ലേ വഴിയില്? നമ്മള് പഠിച്ച ഉടനെ അങ്ങ് വലിയ പ്രോ ആകുന്നതല്ല അല്ലേ? നല്ല പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് എന്ന് വെച്ചാൽ നമ്മൾ ഓടിച്ചാ പ്രാക്ടീസ് ആണല്ലേ? ലൈസൻസ് കൈവച്ച് കുറെ നാൾ കഴിയുമ്പോൾ പ്രാക്ടീസ് ആവുമോ? അപ്പൊ ഒരു വണ്ടി എടുക്കണം, അത് പയ്യെ ഓടിക്കണം. അപ്പോഴൊന്നുമില്ല, വലിയ സ്പീഡൊന്നും കൊടുക്കാതെ പയ്യെ ഓടിച്ച് സേഫായിട്ട് ഗിയറൊക്കെ മാറി അങ്ങ് ഓടിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മള് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അടിപൊളിയാകുമ്പോഴാണ് അലൻ ഓടിച്ചോണ്ട് പോകുന്ന പോലെ തന്നെ ഓടിക്കണം. അടിപൊളിയാ. അവന്റെ സ്റ്റിയറിംഗ് കൈ പിടിച്ചേക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്, മനസ്സിലായോ? സ്റ്റിയറിംഗ് കൈ പിടിച്ചേക്കുന്നുണ്ടോ, കൂളിംഗ് ഗ്ലാസ് വെച്ച് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഗിയർ മാറണോ?